നിന്നെ കണ്ടിട്ട് കൊറേ നാളായല്ലോട്ടെ. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര. എന്റെ കർത്താവേ, എന്താ മാഷെ? ഒരു ചെറിയ മിന്നല പോയി 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 പോയി. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, നിനക്ക് വല്ല അസുഖം? ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. എന്തത് പാടത്ത് കോലയിട്ട് നിക്കാൻ പോണോ? കോലോ? ഇത് കംപ്ലീറ്റ് ഞാൻ വാടകയ്ക്ക് എടുത്തതാ, ആ കിളവന്റെ സന്തതിക്ക് പോകാൻ. സന്തതിയാ? മറ്റേ പദ്ധതിയില്ല, പദ്ധതി. വന്നില്ല. ഉറക്കോ? അല്ല, മാലു. മാലു നിന്റെ കോടലി മാല ഞാൻ എടുക്കും. ഇനി മേലാൽ നീ സ്വപ്നം കണ്ടിട്ട് രണ്ട് കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കും. അയ്യോ, എന്റെ പ്രശ്നം ഇയാൾക്ക് മനസ്സിലാകുന്നില്ല. എന്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി. തൊലി വെളുപ്പുള്ള പെണ്ണുങ്ങളെ കാണുമ്പോഴുള്ള സൂക്കേട്. ഞാനേ കിച്ചണിൽ നിൽക്കാം. ചേട്ടൻ അവളെ വിളിച്ച പുറത്തേക്ക് വരും. ഈ എന്തിനാണ് ഇപ്പൊ അർജന്റായിട്ട് അടുക്കളയിൽ പോയത്? കപ്പ ഉണ്ടൊക്കെ എടാ, പ്രായം കഴിഞ്ഞ ഒരു പെൺകുട്ടിയില്ലാവത്ത് എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാല് അത് രാത്രിയിലെ ഒരു രസത്തിന്. രസം അധികമായ വിഷമാണ് കേട്ടോ. റോസ്മേരി, എന്തോ? ഒന്നുമില്ല. അയ്യോ, ഇവരെങ്ങനെയാടാ ഇവിടെ സുഖമായിട്ട് കിടന്നുറങ്ങണേ? എന്നിട്ട് എനിക്ക് എന്താടാ ഉറക്കം വരാത്തെ? അത് പിന്നെ ഓരോ സ്ഥലത്തിന്റെ വിശേഷമാണ് മുതലാളി. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. ഇതൊക്കെ എന്തിനാ? ഞാൻ എന്ത് ചെയ്യാനാ ചേട്ടാ? സ്നേഹമുള്ളവരെ കണ്ടാ പിന്നെ എന്തെങ്കിലും പ്രസന്റേഷൻ കൊടുക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ചെറുപ്പത്തിലേ ഉള്ള ശീലമാണ്. മസനഗുടി മല്ലികാവും. മത്തം കുത്തിയ കുമ്പളം മുളക്കില്ല എന്ന് കേട്ടിട്ടില്ലേ? ഇമാതിരി ഓരോ മണ്ടത്തരങ്ങൾ കാണിക്കുന്നത് കൊണ്ടാ നമ്മുടെ നാട്ടിലെ കാർഷിക രംഗം തകരുന്നത്. ഞാൻ നിന്നെ ഒരു മാസമായിട്ട് അന്വേഷിച്ച് നടക്കുക. എന്നെ മനസ്സിലായോ നിനക്ക്?